ആത്മീയ നഗരിയും തീർത്ഥാടന കേന്ദ്രവുമായ ഗുരുവായൂരിൽ നടുറോഡിൽ മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. വടിവാളുമായി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച രണ്ട് സ്ഥിരം ഗുണ്ടകളെ ഗുരുവായൂർ പോലീസ് സാഹസികമായി പിടികൂടി. ആത്മീയ നഗരിയായ ഗുരുവായൂരിൽ പൊതുജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ അക്രമ സംഭവത്തിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിലായി. പേരകം സ്വദേശിയായ ഫിറോസ്, ഒരുമനിയൂർ സ്വദേശിയായ ബിജേഷ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് പിടികൂടിയത്. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. അമിതമായി മദ്യപിച്ച ശേഷം സ്കൂട്ടറിലെത്തിയ പ്രതികൾ തിരക്കേറിയ റോഡിന്റെ നടുവിൽ വാഹനം നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. ഇതോടെ ഏറെ നേരം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയും യാത്രക്കാർ ദുരിതത്തിലാവുകയും ചെയ്തു. റോഡിൽ നിന്ന് വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ട നാട്ടുകാരോടും യാത്രക്കാരോടും പ്രതികൾ അതിക്രൂരമായാണ് പ്രതികരിച്ചത്. സ്കൂട്ടറിൽ ഒളിപ്പിച്ചിരുന്ന വടിവാൾ പുറത്തെടുത്ത് ആളുകൾക്ക് നേരെ വീശിയും അസഭ്യം പറയുകയും ചെയ്തതായി പോലീസ് പറയുന്നു. തങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരെ വെട്ടിക്കൊല്ലുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയതോടെ പ്രദേശത്ത് പരിഭ്രാന്തി പടർന്നു. മാരകായുധം കയ്യിലുള്ള പ്രതികളെ കണ്ടതോടെ നിരവധി യാത്രക്കാരും നാട്ടുകാരും ജീവൻ രക്ഷിക്കാൻ സമീപത്തെ കടകളിലേക്ക് ഓടി അഭയം തേടി. റോഡിൽ ഗതാഗതം പൂർണ്ണമായും താറുമാറാകുകയും സ്ഥിതിഗതികൾ ഗുരുതരമാവുകയും ചെയ്തതോടെ നാട്ടുകാർ ഉടൻ തന്നെ ഗുരുവായൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൺട്രോൾ റൂമിൽ നിന്ന് സന്ദേശം ലഭിച്ചതിന് പിന്നാലെ പോലീസ് സംഘം അതിവേഗം സ്ഥലത്തെത്തി. പോലീസിനെ കണ്ടിട്ടും പ്രതികൾ പിന്മാറാൻ തയ്യാറായില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ ഇരുവരെയും കീഴ്പ്പെടുത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികൾ ഉപയോഗിച്ച വടിവാളും സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സ്ഥിരം കുറ്റവാളികളാണെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. പൊതുസ്ഥലത്ത് മാരകായുധവുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, ഗതാഗത തടസ്സം വരുത്തൽ, വധഭീഷണി മുഴക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ പോലുള്ള ആത്മീയ നഗരത്തിൽ നടന്ന ഈ സംഭവം വലിയ ആശങ്കകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ഗുരുവായൂർ പോലീസ് അറിയിച്ചു. ആത്മീയ നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി പോലീസ് രംഗത്തുണ്ട്.